ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് എത്തിയത് മലപ്പുറം ജില്ലയിലെ കോഡൂരാണ് കേട്ടോ. ഗപ്പി ഫാമിലേക്ക് എത്തിയത്. വളരെ കുറച്ച് ഐറ്റം ഗപ്പികളാണ് ഈ ഒരു ഫാമിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കിൽ നിങ്ങൾ നോക്കാം, ഒരുപാട് ബേസിനോടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഐറ്റംസിന് ഇത്രയും ബേസിനാണ് എന്താണെന്ന് പക്ഷേ പക്ക ക്വാളിറ്റിയോടെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ബേസിനോടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മലപ്പുറം ജില്ലയിലെ കോഡൂരുള്ള ഈ ഒരു ഗപ്പി ഫാമാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യും. പേരെന്താ? റിയാസാണ്. റിയാസ്. അപ്പോൾ കറക്റ്റ് സ്ഥലം അപ്പോൾ വെസ്റ്റ് കോഡൂര് പരിക്കോട്. നമ്മളിപ്പോ എത്ര ഐറ്റം ഗപ്പികളാ ചെയ്യുന്നത്? 4 ഐറ്റം ഗപ്പീസ്. 4 ഐറ്റം ഗപ്പികളേ ഉള്ളൂ. പക്ഷെ ഇവിടെ ബേസിന് കുറെ ഉണ്ടല്ലോ. ബാച്ച് വൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. അതുകൊണ്ടാണ് ഇത്രയും ബേസ്. ബാച്ചിന് ഒരു ബേസ് ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. മെയില് സെപ്പറേറ്റ്, കുറച്ച് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയില് സെപ്പറേറ്റും ഫീമെയിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ബേസിനോട് ആക്കി വെച്ചല്ലേ. അപ്പോൾ 4 ഐറ്റം ഗപ്പികളുണ്ട്. 4 ഐറ്റം. നമുക്ക് ഓരോ ഐറ്റം ആദ്യം നോക്കിയാലോ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഞാൻ ആ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. വെറും 4 ഐറ്റം ഗപ്പികൾ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. 4 ഐറ്റം ഗപ്പിക്ക് ഇത്രയും ബേസിനോടൊന്ന് ചിന്തിക്കും. ശരിക്കും ഇത്രയും ബേസിന് പോരാ. 4 ഐറ്റം ക്വാളിറ്റി ബേസിൽ ചെയ്യുകയാണെങ്കിൽ, ഒരു ഗപ്പി വളർത്തുകയാണെങ്കിൽ ചുരുങ്ങിയ ഒരു 10-15 ടാങ്ക് വേണമെന്നാണ് ശരിക്കും വേണ്ടത്. കാരണം ഓരോ ബാച്ച് തിരിയുമ്പോൾ നമ്മൾ അതിന് സെപ്പറേറ്റ് വളർത്താം. അപ്പോഴാണ് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ അതെല്ലാം പ്രാവർത്തികമല്ല. ഇവിടെ ഇപ്പോൾ 4 ഐറ്റം ഗപ്പികൾ ചെയ്യുന്നതുകൊണ്ട് ഇത്രയും ബേസിന് ഇവിടെ ചെയ്യുന്നുണ്ട്. അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ചിലർ വീട്ടിലൊക്കെ വെറുതെ ഹോബിക്കായിട്ട് വളർത്തുന്നവർ ചിലപ്പോൾ നല്ല ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ഒരു ഫാമിൽ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 4 ഐറ്റം ഗപ്പികൾക്ക് വേണ്ടി ഇത്രയും ബേസിന് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അൽബിനോ റെഡ് ഇയർ കോയി ഇത്രയും ബേസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ പ്രസവിച്ചു, വീണ്ടും ആ ഒരു ബ്രൂഡ് പ്രസവിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാങ്കിലേക്ക് ഇടില്ല, മാറ്റി വേറെ ടാങ്കിലേക്ക് ചെയ്യും. അപ്പോൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും ബേസിന് ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗപ്പികളുടെ ക്വാളിറ്റിയാണ് ഇവിടെ മെയിനായിട്ട് ഇവിടെ നോക്കുന്നത്, ഇത്രയും ബേസിൽ. അപ്പോൾ 4 ഐറ്റം ഗപ്പികളും ഓരോ വൈറ്റ് ഒരു 5-6 ബേസിന് ഒരു ബാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ കാര്യങ്ങളും ചോദിച്ച് നോക്കാം. ഓരോ ഗപ്പികളും നമുക്ക് ക്ലാസ്സിലേക്ക് എടുത്ത് നോക്കും ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഉള്ള അൽബിനോ റെഡ് ഇയർ കോയി അല്ലേ? ഓ, അത് എത്ര പൈസ ചെയ്യേണ്ട ഇവിടെ? ഇത് ഒരു 75% കോയി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഗ്ലാസ് കാണിക്കുന്ന ആൾ ഇപ്പൊ കൊടുക്കാനുള്ളത് നമ്മൾ ഗ്ലാസ് എടുത്ത് നടത്തുന്നത്. റെഡ് ഇയർ ഇപ്പൊ എങ്ങനെ എല്ലാത്തിലും റെഡ് ഇയർ കയറുന്നുണ്ടോ? ഏകദേശം എല്ലാത്തിനും കയറി കിട്ടുന്നുണ്ട്. റെഡ് ഇയർ കയറുന്നുണ്ട്. ഇനി ഒരു മാസം അങ്ങോട്ട് പിടിക്കും, ടൈം കൂടും, അത്രേ ഉള്ളൂ. ഓക്കെ. അതിലും കിടക്കുന്നുണ്ടല്ലോ. ഉണ്ട്, കുഞ്ഞുങ്ങളാണ്. ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. സെപ്പറേറ്റ് ചെയ്യാവുന്നുള്ളൂ അല്ലേ? അപ്പൊ അത് എങ്ങനെയാണ് ഇതിന്റെ മാർക്കറ്റ് റേഞ്ച് ഒക്കെ വരിക? അപ്പൊ 200-250 മാർക്കറ്റ് റേഞ്ച് വരുന്നത്. ഇവിടെ കുഞ്ഞുങ്ങൾ നടക്കണ്ടല്ലോ അതിന്റെ? അതുപോലെ ഇങ്ങോട്ട് എടുത്തുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ കുറെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. അത് സെപ്പറേറ്റ് കുഞ്ഞുങ്ങളായിട്ട് അതിന് വേണ്ടിട്ട് സെപ്പറേറ്റ് വലിയ ബേസ് ഉണ്ട്. മെയിൽ മാത്രം നമ്മളിവിടെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മെയിൽ മാത്രം. അതതിന്റെ മെയിലുള്ള മാത്രല്ലേ? ഇതിലുണ്ട്, ഇതിലും അതുപോലെ മെയിൽ സെപ്പറേറ്റ് ആണ്. അടിപൊളി. അതുപോലെ ഫീമെയിൽ വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട്. അപ്പൊ അൽബിനോ കോയി മാത്രം എത്ര വയസ്സിൽ ചെയ്യുന്നുണ്ട്? അൽബിനോ കോയി മാത്രം തന്നെ ഏകദേശം 75% നമ്മൾ ഇതില് അൽബിനോ കോയിക്ക് മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. കോയിക്ക് മാത്രം. ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഈ ഫാമിലി വന്നപ്പോൾ ഇവിടെ ഏകദേശം 75% ബേസിനിൽ ഇവിടെ അൽബിനോ റെഡ് ഇയർ കോയി ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പോൾ ഗ്ലാസ്സിലൊക്കെ എടുത്ത് അതിൻ്റെ ടോപ്പിയൊക്കെ നോക്കി. അപ്പോൾ ഇവിടെ നമ്മൾ ആ സൈഡിൽ കാണിക്കുന്ന ആ ഒരു സെക്ഷൻ ഫുള്ള് അൽബിനോ കോയിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ കളക്ഷൻസ് കണ്ടിട്ടില്ല. ഒരു ഗപ്പികൾക്ക് മാത്രം ഏകദേശം ഒരു ഇവിടെയുള്ള 3/4 ടാങ്കും അതിന് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് നല്ല മാർക്കറ്റ്, നല്ല ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റമാണ് അൽബിനോ റെഡ് ഇയർ കോയി എന്ന് പറയുന്നത്. എപ്പോഴും ആളുകൾ വന്ന് ചോദിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ റെഡ് ഇയർ കോയി എന്ന്. കാരണം അതിൻ്റെ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. നല്ല പെട്ടെന്ന് നല്ല കുഞ്ഞുങ്ങളിൽ നിന്ന് ഒരുപാട് കുഞ്ഞുങ്ങളെയും കിട്ടും. പിന്നെ ഒരുവിധം ഒരു 99% ക്യാപ്പും കിട്ടുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതിൻ്റെ മോൾ വി കാണാനും സൈഡ് വി കാണാനും ഒക്കെ അടിപൊളിയാണ്. ഒരു ടാങ്കിൽ നമ്മൾ നാച്ചുറലായിട്ട് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഗപ്പികളിട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും അത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിൽ എൻക്വയറി വരും. അതുകൊണ്ടായിരിക്കും ഈ ഒരു ഫാമിലി ഇതിന് ഇത്രയും ബൾക്കായിട്ട്
ഇതിന് വേണ്ടി മാത്രം സെക്ഷൻ ആക്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം നല്ല പക്കാ ക്വാളിറ്റിയിൽ നമ്മുടെ അൽബിനോ കോഴി ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത ഐറ്റം ഗപ്പികൾ നമുക്ക് നോക്കി നോക്കാം. പ്ലാറ്റിനം വൈറ്റ് ഇയർ, നല്ല ഇയറുണ്ടല്ലോ. നല്ല ക്വാളിറ്റിയാണ്, കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ലോണം കിട്ടും, എല്ലാം കിട്ടില്ല അല്ലേ? എല്ലാത്തിനും പിന്നെ ഇയറും കാണിക്കും, എല്ലാ ഇയറും കാണിക്കും. ഇതിവിടെ എത്ര വയസ്സിൽ ചെയ്യേണ്ടത്? ഇത് 3-4 വയസ്സിൽ 4 വയസ്സിൽ ഇതന്നെ ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്ക് റേഞ്ച് തന്നെ വരുന്നത്? അതെ അതെ, എല്ലാം സെയിം റേഞ്ചാണ് വരുന്നത്, സെയിം റേഞ്ച് തന്നെയാണ് വരുന്നത്. ഇത് ഫീമെയിൽ മാത്രം, ഇത് ഫീമെയിൽ, അതിന്റെ ഫീമെയിൽ മാത്രം ചെയ്ത് പഠിക്കണം. അതിന്റെ മെയിൽ മാത്രമായിട്ട്. ഇത് രണ്ടും ഒരുമിച്ച് ഇട്ടിട്ടില്ല? ഇല്ല. 3 ഫീമെയിൽ ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറൊന്നും ചെയ്തില്ല. അടിപൊളി. വേറെ കളറൊന്നും ഇല്ല, ഈ കളറിനല്ലേ കറക്റ്റ് സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നതായിട്ടാണ് അല്ലേ? അപ്പൊ റിയാസ്, ഇവിടെ നമ്മളിപ്പോ 4 ഐറ്റം ഗപ്പികൾ പറയാം, ഇവ എങ്ങനെയാണ് വളർത്തുന്ന രീതി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നമ്മള് ബ്രൂഡ് മേടിച്ചാൽ ഇപ്പൊ ബ്രൂഡ് മേടിച്ച് എത്ര ബ്രൂഡ് മേടിക്കലുണ്ട്? ഒരു 3 പേർ ബ്രൂഡാണ് മേടിച്ചത്. 3 പേരുടെ മേടിച്ചിട്ടുള്ളൂ? എല്ലാതും 3 പേര്, 3 പേരെ മേടിച്ചിട്ടുള്ളൂ. 3 ഫീമെയിലും 3 മെയിലും ആയിട്ട് അല്ലേ? മെയിലായിട്ട് മേടിച്ചിട്ടുള്ളത്. പക്ഷെ അതന്നെ നമ്മള് ഫസ്റ്റ് ബ്രീഡ് എടുക്കും, ഫസ്റ്റ് ബ്രീഡ് കുഞ്ഞുങ്ങൾ കുറവാകും, പിന്നെ അതിന്ന് നമ്മള് ബ്രൂഡും കൂടെ സെറ്റ് ആക്കിയിട്ടാണ് പിന്നെ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ആക്കുന്നത്. അതിനെ പിന്നെ ബ്രൂഡ് സെറ്റ് ആക്കുന്നുണ്ട്. അതെ, അതിന് കുഞ്ഞുങ്ങൾ ഇറങ്ങിയില്ലേ, എന്നിട്ടാണ് നമ്മൾ ഇതിന് ഇത്രയും. അപ്പൊ ഇതിനെ പുറത്തുനിന്ന് മേടിക്കലില്ല? ഇല്ല. അതിനെ പിന്നെ ബ്രൂഡ് സെറ്റ് ആക്കിയിട്ട് അപ്പൊ എത്ര ബ്രൂഡ് എടുക്കലുണ്ടായിരുന്നു? അപ്പൊ 8, 10, 15 ബ്രൂഡൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതെ, അങ്ങനെയാണെങ്കിലേ കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ. മറ്റേ കുഞ്ഞുങ്ങൾ കുറെ കഴിക്കും വരെ. അങ്ങനെ പ്രശ്നമുണ്ട് അല്ലേ? അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? അതിനെ ബ്രൂഡ് സെറ്റ് ആക്കിയിട്ട് ബ്രീഡിംഗ് കേജ് യൂസ് ചെയ്യും. അപ്പൊ ആ സമയത്തൊക്കെ ലൈഫ് ഫുഡ് കൊടുക്കുക? ലൈഫ് ഫുഡ് തന്നെ കൊടുക്കുക, ഫുൾ ടൈം നമ്മള് ആർട്ടിമിയ യെല്ലോ റിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും ക്വാളിറ്റി ഫുഡ് തന്നെ അല്ലേ? റേറ്റ് നല്ല വരുന്നുണ്ട്. നമുക്കൊരു ബോട്ടില് ഒരു 1.5 മാസത്തിലേക്ക് തന്നെ ഉണ്ടാവും. 1.5 മാസത്തിലെ ബോട്ടിൽ വരുന്നുള്ളൂ? 1.5 മാസത്തിന് ഉണ്ടാവും. ഒരു ബോട്ടിലിന് എന്ത് റേറ്റ് വരുന്നുണ്ട്? 3,800 രൂപ നമ്മൾ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. 3,600 കിട്ടുന്നുണ്ട്, 3,800, 3,600 ഒരു ബോട്ടിലിന് വരുന്നുണ്ട്. 1.5 മാസത്തേക്ക് തികയുള്ളൂ. അങ്ങനെ 2 നേരം നമ്മൾ ലൈഫ് ഫുഡ് തന്നെ കൊടുക്കല്ലേ അല്ലേ? എന്നിട്ട് ആ ബ്രൂഡ് പിന്നെ 30 ദിവസം കഴിഞ്ഞാൽ പ്രസവിക്കാൻ തുടങ്ങും. എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ നമ്മള് പിന്നെ കലക്ട്, നമ്മൾ നേരത്തെ കണ്ട മാറ്റി കലക്ട് ചെയ്ത് മാറ്റി വെക്കും അല്ലേ? പിന്നത്തെ സെക്ഷൻ ആണ് സെയിലിലേക്ക് എത്തിക്കുന്നുള്ളൂ. അപ്പൊ ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് ഫസ്റ്റത്തെ ടൈം കുറച്ച് പിടിക്കും അല്ലേ? ഒരു 5-6 മാസം എന്തായാലും പിടിക്കും. 5-6 മാസം എന്നിട്ടാണ് നമുക്ക് സെയിലിലേക്ക് എത്തുള്ളൂ അല്ലേ? 5-6 മാസം ഇല്ലെങ്കിലും ഒരു 4 മാസം 3 മാസം കൊണ്ട് 3 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് സെയിലിന് കൊടുക്കാനുള്ള രീതിക്ക് എത്തുള്ളൂ. അതുപോലെ വെള്ളം മാറ്റുന്ന വെച്ചാല് ഒരു 2 ആഴ്ച കൂടുമ്പോ നമ്മള്, അല്ലെങ്കിൽ ഒരാഴ്ചയില് നമ്മള് വേസ്റ്റ് വലിക്കും, എന്നിട്ട് പകുതി വെള്ളം മാറ്റും, പിന്നെ ആഡ് ചെയ്ത് കൊടുക്കലാണ്. അത്രേ ഉള്ളൂ. അത് ബ്രൂഡിന്റെയും എല്ലാത്തിനും അങ്ങനെ തന്നെ. കുഞ്ഞുങ്ങളെ മാറ്റാൻ ബുദ്ധിമുട്ടല്ലേ വെള്ളം മാറ്റാൻ? ഇല്ല, നമ്മള് സെപ്പറേറ്റ് ആക്കി തന്നെ ചെയ്യും. വെള്ളം മാറ്റുമ്പോൾ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകില്ല? വെള്ളം മാറ്റുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം, അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ഓക്കെ. ഇങ്ങനെ ഇപ്പൊ ഈ പ്ലാന്റ് ഇട്ടുകൊണ്ട് ഇപ്പൊ എന്താ വലിയ ഗുണങ്ങൾ കിട്ടുന്നത്? ഇല്ല, ഞാൻ കാണാൻ ഭംഗിക്ക് വേണ്ടി ചെയ്താണ്. ഇത് ഏതായിട്ടോ? ആൽബിനോ റോസ്റ്റൈൽ മെറ്റ ഡ്രാഗൺ ആണ്. അൽബിനോയില് വരുന്നത് അല്ലേ? റോസ്റ്റൈല്. ശരിക്കും ഒരു ഗ്ലാസ് ഇട്ടപ്പോൾ അവർക്ക് ശരിക്കൊരു ആ ടൈലോണ്ടാണ് അവർക്ക് അങ്ങനെ നീന്താൻ സാധിക്കാത്ത അല്ലേ? അത്രയും പവർഫുൾ ആണ് അത്. നമ്മളെ ചെമ്പരത്തിന്റെ ഒരു കളർ അല്ലേ? അടിപൊളി. ഫീമെയിൽ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ഫീമെയിൽ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. സെപ്പറേറ്റ് ഫീമെയിൽ ആണ്. സെപ്പറേറ്റ് ഫീമെയിൽ ആണ് കാണിക്കുന്നത്. ഇവിടെയുണ്ട്, ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിലുണ്ട് അല്ലേ? ഇതിലും അതുപോലെ ഇവിടെയുണ്ട്. അത് കുറച്ച് അധികം ഉണ്ട്. അടിപൊളി. എന്താ ഭംഗിയത്, നല്ല രസം ഉണ്ടല്ലോ അത്. ഇത്രയും ടൈലൊക്കെ വരും അല്ലേ? ഇത് അത്യാവശ്യം ടൈൽ കിട്ടുന്നുണ്ട്, നല്ല ടൈൽ കിട്ടുന്നുണ്ട്, നല്ല ടൈൽ കയറി വരുന്നുണ്ട്, ബോഡി തിക്നെസ്സും വരുന്നുണ്ട്. നമ്മളിപ്പോ കൊടുക്കുന്ന ഫുഡ് കുഞ്ഞുങ്ങളും കിട്ടും. അട്ടിമ എടുക്കുന്നല്ലേ? 2 നേരം നമ്മൾ ആർട്ടിമിയ കൊടുക്കും. കുഞ്ഞുങ്ങൾക്കോ? കുഞ്ഞുങ്ങൾക്ക് എല്ലാത്തിനും ആർട്ടിമിയ കൊടുക്കുന്നില്ല. ഫുള്ള് ലൈഫ് ഫുഡ് തന്നെ. ലൈഫ് ഫുഡാണ് മൊത്തം കൊടുക്കുന്നത്. കംപ്ലൈന്റ് കുറയും. അതെ. അട്ടിമ മാത്രമേ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് കുറവാണ്. അതെ, നല്ല ഗ്രോത്തും കാര്യങ്ങളും ഭംഗിയും ഒക്കെ നല്ല മേക്കും അല്ലേ? തണുപ്പ് കാലാണെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. നമ്മള് ബ്രീഡിങ് ബ്രീഡിംഗ് സെക്ഷൻ്റെ ഇതിപ്പോ അതിന്റെ ബ്രീഡിംഗ് കേജ്. ആൽക്കോയുടെ
അൽബിനോ കിങ്കോയുടെ കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങിയിട്ടല്ലേ? പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓ കുറെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളില്. അതെ അതെ. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ എവിടേക്കാ മാറ്റും? ഈ കുഞ്ഞുങ്ങളെ ഇത് കുഞ്ഞു വേറെ ബേസിൽ മാറ്റും. ഇത് കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യും. അതിന് കളക്ട് അതിന് കളക്ട് ചെയ്യും. ബ്രൂഡായി തന്നെ വയ്ക്കും. അതുപോലെ ഇത് പ്ലാറ്റിനം വൈറ്റ് ബിഗ് ഇയറിന്റെ അതിന്റെ ബ്രൂഡ് സെറ്റ് ആക്കി കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഓ അവിടെ പുറത്തേക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടല്ലേ? ഓക്കെ. അപ്പൊ എത്ര ദിവസം കൊണ്ട് നമുക്ക് മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്? മാറ്റിയത് ഒരു മാസം, ഒന്നര മാസത്തിനുള്ളിൽ നമുക്ക് അറിയാം. 1.5 മാസത്തിനുള്ളിൽ ഏകദേശം അറിയും. അപ്പൊ മാറ്റി വിടും വേഗം. ഈ അട്ടിമ കൊടുത്തോണ്ട് വളരെ ബെസ്റ്റ്, നല്ല ഗ്രോത്തിങ് ആയിരിക്കും. പെട്ടെന്ന് സൈസ് കിട്ടും. ക്വാളിറ്റി കിട്ടുന്നു. സൈസും പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ. ഇതൊക്കെ കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ വൈറ്റ് ബിഗറിന്റെ കുഞ്ഞുങ്ങളുണ്ട്. വൈറ്റ് ബിഗറിന്റെ. അതുപോലെ ഇത് ആൽബിനോ കോയുടെ ഇയറുള്ള കുഞ്ഞുങ്ങൾ. ഓ ആൽബിനോ കോയുടെ ഇവിടെയും സെക്ഷൻ കിടക്കട്ടല്ലേ? സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് പ്ലാറ്റിനം ഗ്രീൻ ഡ്രാഗൺ ആണ്. ഓ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ബോഡി തിക്നെസ് നല്ല വരുന്നുണ്ടല്ലോ. ഇതിലാറ് വരും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇതിലാറ് വരും. നല്ല തിക്നെസ് ആവും. ഇതും അധികം ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നല്ലോണം കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. ഡ്രാഗൺ പ്രിന്റ് ആണ് ടൈൽ വരുന്നല്ലേ? ഓക്കെ. അടിപൊളി. ഇതിന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ സെപ്പറേറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ? അതിന്റെ കുഞ്ഞുങ്ങൾ അതിൽ വെച്ചിട്ടല്ലേ? അത്യാവശ്യം നല്ലോണം കുഞ്ഞുങ്ങളെ കിട്ടും ബ്രീഡിംഗ് തന്നെ. ഇതിലും അത് തന്നെയാണ്. വരുന്നത്. സെപ്പറേറ്റ് ആക്കി ചെയ്തതാണ്. അപ്പൊ ഇത് തുറന്നു കിടക്കല. അപ്പൊ മഴയും വെയിലൊന്നും കുഴപ്പമില്ല ഇവർക്ക്? ഇല്ല, ഇതിന്റെ മേലെ നെറ്റിടും. വൈകുന്നേരം നെറ്റിടും. ൊന്നും വലിയ പ്രശ്നം ഈ അട്ടിമ കൊടുക്കൊണ്ട് ഒരു മഴ ഒരു കുഴപ്പവും കാണുന്നില്ല. നല്ല പവർ ഫുൾ കാണിക്കണ്ടല്ലേ? കോഴിക്കൊന്നും യാതൊരു പ്രശ്നം, ഒരു കുഴപ്പമില്ല. ഓക്കെ. ഈ ബേസിലാണ് നല്ല ഗ്രോത്ത് കിട്ടുന്നത്. ബേസിൽ ഗ്രോത്ത് കിട്ടുന്നുണ്ട്. നല്ല കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി വൃത്തിയായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ബേസ് ചെയ്ത്. ഇതിപ്പോ എത്ര ലിറ്ററിന്റെ ബേസിലാണ് ഇപ്പൊ നമ്മളൊക്കെ കാണുന്നത്? 75 ലിറ്റർ ഉണ്ട്. 75 ലിറ്റർ ഉണ്ട്. 75 ലിറ്റർ. ഓക്കെ. ഫ്രിഡ്ജ് കേസ് ഒഴിവാക്കിയിട്ടാണ് ഇത് ചെയ്തപ്പോ? നമുക്ക് പിന്നെ ഇത് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണല്ലേ? ഇത് ലൈഫ് കുറെ തരുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് ബേസിന്. നമുക്ക് നല്ല ലൈഫ് കിട്ടും. ഇതിപ്പോ 4-5 വർഷമായി. അതെ. 5 വർഷമായി. പൊടിഞ്ഞിട്ടൊന്നുമില്ല, സൈഡ് പൊട്ടിയിട്ടൊന്നുമില്ല. വന്നിട്ടില്ല. ലൈഫ് കിട്ടുന്നുണ്ട്. നല്ല ലൈഫ് കിട്ടുന്നുണ്ട് അല്ലേ? ഇതൊക്കെ എന്ത് ബേസിന് വരണ്ടായിരുന്നു? ഞാൻ അന്ന് വാങ്ങിയ സമയത്ത് 300 രൂപക്ക് വാങ്ങിയ. 300 രൂപ. ഇതിലിപ്പോ ലാഭമായല്ലേ? ഇപ്പൊ 4 വർഷം നിൽക്കുകയാണെങ്കിൽ എത്ര ലാഭമല്ലേ? 5 വർഷത്തിലേറായി. അതെ. വെള്ളം എന്ത് വെള്ളം അവിടെ യൂസ് ചെയ്യണേ? കിണർ വെള്ളം തന്നെ. ഡയറക്റ്റ് കിണർ വെള്ളം പിടിച്ചിരിക്കാം. അപ്പൊ ഉപ്പൊന്നും ഇടില്ലല്ലേ? ഇല്ല. അന്ന് ആവശ്യം വരുന്നില്ല. ഇല്ല. ഓക്കെ. ശരിക്കും ഇങ്ങനെ മതി ശരിക്കും ഒരു ഫാം തുടങ്ങാൻ വേണ്ടിട്ടല്ലേ? പിന്നെന്താ, ലൈഫ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഫിഷിന് പ്രശ്നമൊന്നും ഇല്ല. ലൈഫ് ഫുഡ് ശരിക്കും മസ്റ്റ് ആണ്. നല്ല ക്വാളിറ്റിയിൽ കിട്ടും. നല്ല ക്വാളിറ്റി. ഒരു പ്രശ്നമില്ല. ഓക്കെ. അടിപൊളി. കൊടുക്കുന്നപ്പോ ഞങ്ങൾ കൊറിയർ അയക്കാം. ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട്. ഇവിടേക്ക് വന്ന് മേടിക്കലുണ്ടോ? അങ്ങനെയും ചെയ്യാം. ഇവിടെ വരാണെങ്കിൽ കറക്റ്റ് ഞായറാഴ്ച മാത്രം ഇവിടേക്ക് വരാം. ബാക്കിയുള്ളൊക്കെ കൊറിയർ. നേരിട്ട് വരികയാണെങ്കിൽ ഇപ്പൊ അങ്ങനെ നമ്മൾ മലപ്പുറം വന്നിട്ട് തിരൂർ റോട്ടിലാണ്. അതുപോലെ വെസ്റ്റ് കോഡൂര് വരിക്കോട് വന്ന സ്ഥലത്തുനിന്ന് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് റോഡിന് 1/2 കിലോമീറ്റർ പോകുന്ന കഴിഞ്ഞാൽ എത്തും. നമുക്കിപ്പോ ഇവിടെ കാണിച്ചപ്പോ ഗപ്പികളൊക്കെ അത്യാവശ്യം നല്ല ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് മൊത്തമായിട്ട് ഇപ്പൊ ഒരാൾക്ക് 10 പേരെ 20 പേരൊക്കെ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും. അവർക്ക് പ്രത്യേകിച്ച് ഓഫർ ഉണ്ടാവും? പിന്നെ തീർച്ചയായിട്ടും അവർക്ക് പ്രത്യേക ഓഫർ കൊടുക്കാം. വിളിച്ചാൽ മതി. കൂടുതൽ എടുക്കുകയാണെങ്കിൽ കോൾ ചെയ്തിട്ട് അവർക്ക് പ്രത്യേകമായിട്ട് പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. സ്പെഷ്യൽ പ്രൈസ് കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. നമ്മളെ ഈ ഒരു ഫാം അപ്പോൾ വളരെ കുറച്ച് ഐറ്റം ഗപ്പികൾ മാത്രമുള്ള ചെറിയൊരു വീഡിയോ ആയി. അപ്പോൾ 4 ഐറ്റം ഗപ്പികൾ നല്ല കിണ്ണം കാച്ചിയ ഗപ്പികളാണ്. നമ്മളെ ക്ലാസ് എടുത്ത് നോക്കിയാൽ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. നേരിട്ട് ഇവിടെ വരാം. നേരിട്ട് വരാണെങ്കിൽ വിളിച്ചിട്ട് വരാം. അത് ഞായറാഴ്ച ആണെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗപ്പികൾ എടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് ബൈ.